നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, കഴിക്കാൻ കുറച്ച് കഴിയട്ടെ മോളെ. മനസ്സൊട്ടും ശരിയല്ല. സന്ധ്യമോളുടെ കാര്യം ആലോചിക്കുമായിരുന്നു ഞാൻ. അവളെ കുറച്ചു ദിവസം ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയാലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ഈ അവസ്ഥയില് സന്ധ്യ ഡോക്ടർ ഇങ്ങോട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ഡോക്ടർ അബ്ദുൽ ഖാദറിന്റെ ഓർമ്മയിൽ അവിടെ തന്നെ കഴിയാനാവും സന്ധ്യ ഡോക്ടറുടെ തീരുമാനവും ആഗ്രഹവും. അതാ എന്റെ പേടിയും. ഒറ്റയ്ക്കിരുന്ന് ഓരോന്നോർത്ത് അവൾക്ക് ദുർബുദ്ധി വല്ലതും തോന്നിയാലോ എന്നാ എന്റെ പേടി. അങ്ങനെ അച്ഛൻ പേടിക്കണ്ട. ഈ അവസ്ഥയിൽ നിന്ന് കരകയറാനുള്ള മനോബലം സന്ധ്യ ഡോക്ടർക്കുണ്ട്, അത് ഉറപ്പാ. അവൾക്ക് ഈ ഗതി വന്നല്ലോ എന്നാ ഞാൻ ആലോചിക്കുന്നത്. ചില സമയത്ത് ഈശ്വരൻ ഇങ്ങനെയാ. അത്രയും പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് നമ്മുടെ കൺമുന്നിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി കളയും. അവർ നമുക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മനഃപൂർവ്വം ചെയ്യുന്ന കൂടുതൽ സന്തോഷത്തിൽ മനുഷ്യരെ അഹങ്കരിക്കാതിരിക്കാൻ. അതെല്ലാം നമ്മൾ വിധിയായി കൂട്ടിക്കെട്ടുമെങ്കിലും നഷ്ടപ്പെട്ടവർക്ക് അതൊരു തീരാ വേദനയായിരിക്കും. ആ വേദന നന്നായി അറിയാവുന്നവനാ ഈ അച്ഛൻ. എന്റെ മൂത്ത മകൻ നന്ദന്റെ കാര്യത്തിൽ അതെല്ലാം പഴങ്കഥകളുടെ കൂട്ടത്തിൽ ചേർത്ത് മറക്കാൻ ശ്രമിക്കാൻ ഞാൻ. എത്ര ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോകില്ല എന്ന ബോധ്യത്തോടെ തന്നെ. മോള് വയ്ക്കോ, ഞാൻ കുറച്ചു നേരം ഒന്നൊറ്റയ്ക്കിരിക്കട്ടെ. അച്ഛൻ വന്നോളാം. നോക്കി നടക്കണ്ടേ അർച്ചനെ? നടക്കുന്ന വഴിയിലൊക്കെ തടസ്സമുണ്ടോ നോക്കണ്ടേ? അതിന് ആദ്യം തറയെ നോക്കി വേണം നടക്കാൻ. നമ്മുടെ പോക്കിന് തടസ്സമില്ലെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ദേ, ഇപ്പൊ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിൽ മൂക്കും കുത്തി വീണേനെ. അങ്ങനെ ഒരു ഉറപ്പോടെ മുന്നോട്ട് നടന്നാലും ചിലര് മനഃപൂർവ്വം ഉണ്ടാക്കുന്ന പെട്ടെന്നുള്ള തടസ്സങ്ങളിൽ ചിലപ്പോൾ വീണു പോയെന്ന് വരും. അവിടെ എഴുന്നേറ്റ് വീണ്ടും ലക്ഷ്യസ്ഥാനത്തിലേക്ക് നടക്കും അർച്ചന. പക്ഷേ തള്ളിയിടുന്നവർ തന്നെ കൈത്താങ്ങാവുന്നത് അത്ര നല്ല ഉദ്ദേശത്തോടെ ആവില്ല. മൂക്കൂത്തി വീഴുന്നതിന് മുമ്പ് അതെല്ലാവരും മനസ്സിലാക്കിയ കൊള്ളാം. അതിനെ ഞാനൊരു സൂത്രം പറയാം. വേഗതയെ അല്പം കുറച്ചാ മതി. അപ്പോ മുന്നിലുള്ളതൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ തന്നെ എന്തിനാ ഇത്ര വെപ്രാളം? അതൊക്കെ മതിയല്ല. ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ ഏട്ടത്തി എനിക്കൊന്ന് വലിയൊരു ഉപദേശമല്ലേ ഇത്? എങ്ങനെ കേൾക്കാതിരിക്കുന്നത്? ഇനിയും ഇതുപോലുള്ള മഹത്വചനങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ ചവിട്ടി വീഴ്ത്താനും കാത്തു നിൽക്കുക വേണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.